ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിലേക്ക് ഡെയിലി നമുക്ക് കോളുകൾ വരാറുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അവരായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾ ബിസി ആവുന്ന സമയത്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ മീറ്റിംഗിലുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വല്ല ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ബിസി ആവുന്ന സമയത്ത് നമുക്ക് കോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ കോൾ നോക്കാൻ തന്നെ നമുക്ക് സാധിക്കാത്ത സമയങ്ങൾ വരാറുണ്ട്. ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത സമയങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഓപ്ഷനിൽ പറഞ്ഞിരുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നിരവധി കോളുകൾ ഒരു ദിവസം വരാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾക്കിവിടെ ഗൂഗിൾ ഡയലറാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺടാക്ട്സ് കാണിക്കുന്നുണ്ട്, കോൺടാക്ട്സിന്റെ ലിസ്റ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഫേവറേറ്റ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീസെൻസിൽ നമുക്ക് വന്നിരിക്കുന്ന ഇൻകമിങ് ഔട്ട് ഗോയിങ് കോൾസ് ഒക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള കോളുകൾ നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് തീരെ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അടിപൊളി ഒരു സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിന്റെ ഗൂഗിൾ ഡയലറാണ് ഇവിടെ വരുന്നത്. അതിൽ ഏറ്റവും ടോപ്പിൽ നമുക്ക് 3 ഡോട്ട്സ് കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ ഓപ്ഷൻസ് ആണ്. ഇവിടെ നമുക്ക് സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 അടിപൊളി ഒരു ഓപ്ഷൻസ് ഉണ്ട്. അത് ഏറ്റവും താഴേക്കാണ് വരുന്നത്. രണ്ടും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ഒന്ന് ബ്ലോക്ക്ഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും അനാവശ്യ നമ്പറുകളിലൊക്കെ നമുക്ക് വരുന്ന ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ഇവിടെ ഏറ്റവും ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കോളർ ID അനൗൺസ്മെന്റും അതുപോലെ തന്നെ ഫ്ലിപ്പ് ടു സൈലൻസ് പറയുന്ന ഓപ്ഷനും. രണ്ടും അടിപൊളി ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്കറിയാം ഈ അനൗൺസ്ഡ് കോളർ ID എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരാണോ വിളിക്കുന്നത് എന്നുള്ളത് അത് തന്നെ അനൗൺസ് ചെയ്ത് തരും. നമ്മുടെ ഫോൺ തന്നെ അനൗൺസ് ചെയ്ത് തരും. അത് ഓൾവേസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കോളിൽ നിന്ന് ആര് വിളിക്കുന്നുണ്ടെങ്കിലും നമ്മളോട് അനൗൺസ് ചെയ്ത് കാണിച്ചു തരും, പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. ഈവൻ ഫോൺ പോക്കറ്റിലാണ്, നമ്മൾ ഭയങ്കര ബിസി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്ക് 3 രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നെവർ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഓൾവേസ് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നമുക്ക് അനൗൺസ് ചെയ്താൽ മതിയെങ്കിൽ ആ രീതിയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഓൾവേസ് ആണ് ആക്കി കൊടുത്തത്. അപ്പം നമുക്ക് ബിസിയുള്ള സമയത്ത് ആരാ വിളിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫ്ലിപ്പ് ടു സൈലൻസ് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ. ഇതുകൊണ്ടുള്ളൊരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് അത്യാവശ്യമില്ലാത്ത കോൾ ആണെങ്കിൽ നമുക്ക് ഓൺ ദി സ്പോട്ടിൽ തന്നെ ഇവിടെ കണ്ടില്ലേ ഫ്ലിപ്പ് ടു സൈലൻസ് ആണ്. അതായത് നമ്മുടെ ആ ഫോൺ ഒന്ന് നമ്മൾ കമിഴ്ത്തി വെച്ചാൽ മതി. അതായത് ഒരു മേശയുടെ പുറത്തോ അല്ലെങ്കിൽ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ഒന്ന് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ എന്തായിക്കോളും, അത് ഓട്ടോമാറ്റിക്കലി ആ കോള് സൈലൻസ് ആയിക്കോളും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമ്മൾ ബിസിയൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അങ്ങനെ എന്ത് ബിസി ആണെങ്കിലും മീറ്റിങ്ങുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഫോണ് നമ്മുടെ കയ്യിൽ നിന്നൊന്ന് കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സൈലൻസ് മോഡിലേക്ക് പോകുന്നതാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു കോൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുകയാണ്, ജസ്റ്റ് ഒന്ന് ആ കോൾ കണ്ട സമയത്ത് ഞാൻ വേഗം അതൊന്ന് കമിഴ്ത്തി വെച്ചതോടുകൂടി ആ ഒരു കോള് കട്ടാവുന്നതാണ്. അതായത് ഫോൺ സൈലൻസ് മോഡിലേക്കാണ് അത് മാറുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്.